നിലമ്പൂര് ആ സീറ്റ് UDF-ന്റെ സീറ്റാണ്. അത് UDF ജയിച്ചു, അംഗീകരിച്ചേ പറ്റൂ. LDF-ന് തോറ്റെന്ന് പറയാനൊക്കത്തില്ല. LDF-ന് നല്ല മാർജിനുള്ള വോട്ട് കിട്ടി. മാത്രമല്ല, പണ്ട് കോൺഗ്രസ് നിന്ന് മത്സരിക്കുമ്പോൾ ലീഗ് എതിരായിരുന്നു. ഇന്ന് ലീഗും കോൺഗ്രസും ഒരേ മനസ്സോടുകൂടി ശക്തമായിട്ട് നിന്ന് കോൺഗ്രസ് ജയിപ്പിക്കുകയും അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച ആളും തമ്മിലുള്ള വ്യത്യാസം 11,000 പറ്റിയാണ്. അതൊരു വലിയ വോട്ടാണെന്ന് പറയാറുണ്ട്. പക്ഷെ അൻവറിന്റെ ശക്തി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ ഗവൺമെന്റ് സാധിക്കാതെ പോയി. 20,000-ത്തിനടുത്ത് വോട്ടാണ് വിളിച്ചത്. പക്ഷെ അൻവർ ഭരണം ഉണ്ടായിരുന്ന കാലത്ത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജനോപകാര പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ കയ്യിൽ നല്ലൊരു ഭാഗം ജനങ്ങളെ സ്വാധീനം ചെലുത്താൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് 20,000. അദ്ദേഹം തോക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് 20,000 ആളുകൾ വോട്ട് കൊടുക്കാൻ തയ്യാറായില്ലേ? അതൊരു ചെറിയ കാര്യമായി കണക്കാക്കാൻ സാധിക്കില്ല. ക്യാപ്റ്റനും തള്ളില്ല. ഒരു കാര്യമുണ്ട്, അൻവർ പാർട്ടിക്ക് വിധേയനായാൽ എടുക്കാവുന്നതാണ്. അപ്പോൾ കോൺഗ്രസിലെ ഇന്നത്തെ UDF-ന്റെ കൺവീനർ ഉൾപ്പെടെ പറഞ്ഞ് പാർട്ടിക്ക് പക്ഷെ അത് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം തയ്യാറാകാതെ വന്നപ്പോൾ സതീശൻ ഉൾപ്പെടെ ഉള്ളവർ വളരെ സ്ട്രോങ് ആയ ഒരു നിലപാടെടുത്തു. വിധേയനാകാത്തിടത്തുള്ള കാലം അൻവറിനെ എടുക്കണ്ട എന്നൊരു തീരുമാനം. ലീഗ് 2 വള്ളത്തെ നിന്നു. എടുക്കണം എന്നുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അതിന് വേണ്ടത്ര പരിഗണന കൊടുക്കാതെ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഈയിടെ സ്ട്രോങ് ആയി ഒരു തീരുമാനം എടുത്ത് പാർട്ടിക്ക് വിധേയനാകാതെ എടുക്കാൻ പാടില്ല എന്ന ഒരു തീരുമാനത്തിൽ അടിയുറച്ചു നിന്ന ഒരു നയം കോൺഗ്രസ് ഇപ്പോൾ എടുത്തു. അത് ശരിയായൊരു തീരുമാനമായിരുന്നു. ഒരു പാർട്ടി കേഡർ പാർട്ടിക്ക് അതേ സാധിക്കും. എപ്പോഴും കോൺഗ്രസ് വളഞ്ഞും തിരിഞ്ഞും അങ്ങോട്ടിങ്ങും ചാഞ്ഞും ചരിഞ്ഞു നിൽക്കുന്ന ഒരു ശൈലിയാണ് എങ്കിൽ സതീശൻ ഇത്തവണ UDF കൺവീനർ സ്ട്രോങ് ആയി നിന്ന് എന്നിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും അതിന്റെ സ്ട്രോങ് ആയി നിന്നാൽ കുഴപ്പങ്ങൾ വരുമെന്നൊക്കെ പലരും പറഞ്ഞെങ്കിൽ തന്നെ ഒന്നും സംഭവിച്ചില്ല, വിജയിച്ചു. അത് കോൺഗ്രസിന്റെ അവിടുത്തെ തീരുമാനവും വളരെ ശരിയായിരുന്നു എന്ന് തെളിഞ്ഞു. അത് സതീശന്റെ വിജയമല്ല, അത് കോൺഗ്രസിന്റെ അവരുടെ കൂട്ടായ്മ വാസ്തവത്തിൽ ജയം ലീഗിന്റെതാണ്. സത്യത്തിൽ ലീഗിന്റെ വിജയമാണ്. പക്ഷെ ഇതൊരു തീരുമാനത്തിൽ നിന്ന് മാറില്ല. ആ അഭിപ്രായത്തിൽ സ്ട്രോങ് ആയി നിന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അഭിമാനിക്കാവുന്നതാണ്. എന്താ ഒരു കാര്യമില്ല. ഈ നിലമ്പൂരത്തെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ട് അത് അസസ് ചെയ്തുകൊണ്ട് വലിയ കാലത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു കഥയില്ല. അത് ഞാനെത്താ പറഞ്ഞാലും നിങ്ങൾ എന്നെ പലരും സമ്മതിക്കരുത്. കാണാൻ പോണ പൂരല്ലേ, ഇത് കണ്ടിട്ടാണോ നിങ്ങൾ ഇവിടെ അവിടെ അല്ലെങ്കിലും ആരുടെ സീറ്റായിരുന്നു മിശ്രേ? UDF-ന്റെ സീറ്റല്ലേ അത്? UDF-ന്റെ സീറ്റ് UDF എടുത്തു, അവർ കിട്ടി. അതുകൊണ്ട് കേരള ഭരണം മുഴുവൻ കിട്ടുമെന്ന് വലിയ ആശയിൽ ആരെങ്കിലും നടന്നാൽ അത് ശരിയാകുമോ? കാണാൻ പോണ പോരല്ലേ. ക്യാപ്റ്റൻ അപ്പൊ പട്ടാളക്കാരനാരാണ്? അപ്പൊ തണ്ണി ജോർജ് അവര് അണ്ണനും തമ്പിയും കളിച്ചോട്ടെ. ഇങ്ങനെ അണ്ണനും തമ്പിയും കളിച്ചു നടക്കുകയുള്ളത്. അവസാനം ജനമുണ്ടല്ലോ,
ഇതെല്ലാം കണ്ടിട്ടില്ല ജനങ്ങളിരിക്കുന്നത്. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ അവരുടെ കൂട്ടത്തെ ഐക്യമില്ലെന്ന്. കോൺഗ്രസ് എന്ത് ഐക്യം? ജയിച്ചു എന്നും അഭിമാനിക്കുന്നു കോൺഗ്രസ് നിന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരാള് പറയുന്നത് എന്താണ്, ഞാൻ ക്യാപ്റ്റൻ. അപ്പൊ ഒരാൾ പറയുന്നു മേജർ, അപ്പൊ മറ്റൊരാൾ പറയുന്നു ഞാൻ സോൾജർ എന്ന് പറയുമ്പോൾ ഇത് 3 കട്ടയിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ സംബന്ധിച്ചിടത്തോളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നാകുന്ന 1 ലക്ഷമല്ല, ഗ്രൂപ്പുകളുടെ ആശാന്മാര്. ഇനി ഇത് പറയാത്ത പോലെ ഗ്രൂപ്പുകൾക്ക് ഡൽഹിയിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കളി എന്താണെന്ന് നമുക്കൊന്നും അറിയാനൊക്കത്തില്ല. ആരെല്ലാം കളിപ്പിക്കും എന്ന് കാണാൻ പോണ പൂരമാണ്. അപ്പൊ കുറച്ചുകൂടെ കാത്തിരിക്കാം. ആ അതെ, അതെ, ഞങ്ങൾക്കൊരു നിലപാടില്ല. ഈ വിശ്വാസം രക്ഷിക്കട്ടെ ഓരോരുത്തരും. അല്ലാതെ ഞങ്ങൾക്ക് എന്താ അഭിപ്രായം? നിങ്ങളിപ്പോ ഇത് കണ്ടിട്ട് ഭാരതാംബയാണെന്നും പറഞ്ഞ് നിങ്ങൾ അത് നിങ്ങളുടെ വിശ്വാസം. അത് ഓരോരുത്തരും വിശ്വാസമല്ലേ. ആ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അതിന് SNDP ഒരു ചർച്ചയോ തീരുമാനമോ ആ കാര്യത്തിൽ നിന്നും എടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. നല്ല കാര്യമാണെന്ന് അവർക്ക് തോന്നിയെങ്കിൽ അവരുടെ അഭിപ്രായം. അത് വെക്കുന്നവന്റെ ആഗ്രഹം അല്ലേ. ഇപ്പൊ ഇവിടെ ചടങ്ങ് വെക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു കാറൽ മാർക്സിന്റെ വെക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ അഭിപ്രായം. അത് സംഘടിപ്പിക്കുന്ന ആളുകളുടെ വിചാരമാണ്. എനിക്കൊരു പിടിയില്ല. ഞാൻ ഈ സിനിമയിൽ നാടകമൊന്നും കാണാറില്ല. ആ വിഷയമേ അറിയാൻ പാടില്ല. അത് വലിയ ഗഹനമായ വിഷയമാണ്. ഞാൻ സിനിമ കാണാറില്ല. ഇങ്ങനെ അമ്മാന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് ആ വിഷയം അറിയാൻ പറ്റില്ല. അതൊക്കെ വിട്ടുകളാണ്.